കേരളം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ തിരഞ്ഞെടുപ്പിൽ ഓരോ പൗരന്റെയും വോട്ട് നിർണായകമാണ്. എന്നാൽ പലപ്പോഴും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് ജനാധിപത്യ പ്രക്രിയയുടെ പൂർണ്ണതയെ ബാധിക്കാറുമുണ്ട്. ഇത് പരിഹരിക്കുന്നതും വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആകർഷിക്കുന്നതിനുമായി ഇത്തവണ കേരളത്തിൽ സർക്കാർ സ്ഥാപനങ്ങളും പ്രമുഖ സ്വകാര്യ കമ്പനികളും വ്യത്യസ്തമായി ഓഫറുകളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വിരലിലെ മഷിയടയാളം കാണിച്ച് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാനും സൗജന്യ യാത്രകൾ നടത്താനും അവസരമൊരുക്കുന്നതിലൂടെ വോട്ടർമാരിൽ വലിയ ആവേശം സൃഷ്ടിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ പൊതുവിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സപ്ലൈകോ ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപ്പിന്റെയും സഹകരണത്തോടെയാണ് ഇത്തവണത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9 വോട്ട് രേഖപ്പെടുത്തുന്നവർക്ക് വെറും ₹1 1 കിലോ ശബരി പുട്ടുപൊടി നൽകുന്നതാണ് ഈ പദ്ധതി. ഭക്ഷ്യവിഭവങ്ങളിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പുട്ട്. ഈ വൈകാരിക ബന്ധത്തെ വോട്ടവകാശവുമായി ബന്ധിപ്പിക്കാനാണ് വോട്ട് ചെയ്യൂ പുട്ടടിക്കൂ എന്ന ടാഗ്ലൈനിലൂടെ സപ്ലൈകോ ശ്രമിക്കുന്നത്. വോട്ട് ചെയ്ത ശേഷം വിരലിലെ മഷിയടയാളം തെളിവായി കാണിക്കുന്ന ഏതൊരു വോട്ടർക്കും ഈ ആനുകൂല്യം ലഭിക്കും. പോളിംഗ് ബൂത്തിൽ എത്താൻ മടി കാണിക്കുന്ന യുവതലമുറയെയും സാധാരണക്കാരെയും ഒരുപോലെ ആകർഷിക്കാൻ ഈ പദ്ധതി സാധിക്കുമെന്നും അധികൃതർ കരുതുന്നുണ്ട്. ഈ ഓഫർ പ്രയോജനപ്പെടുത്തുന്നതിന് ചില നിബന്ധനകൾ സപ്ലൈകോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9 ഈ ഓഫർ ലഭിക്കുക. മറിച്ച് വോട്ട് ചെയ്തതിനു ശേഷം ഏപ്രിൽ 10, 11 തീയതികളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. വെറുതെ മഷി കാണിച്ചാൽ പുട്ടുപൊടി ലഭിക്കില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി ഇല്ലാത്ത ഇനങ്ങളിൽ ₹1000 മുകളിൽ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് മാത്രമേ ₹1 1 കിലോ പുട്ടുപൊടി സ്വന്തമാക്കാൻ കഴിയൂ. ഉപഭോക്താക്കളെ സപ്ലൈകോയിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം വോട്ട് ചെയ്യുക എന്ന പൗരധർമ്മം നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. യാത്രാ സൗകര്യങ്ങളുടെ അഭാവം മൂലം വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒഴിവാക്കാൻ ആഗോള ടാക്സി സേവന ദാതാക്കളായ ഊബർ വോട്ടർമാർക്കായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയവുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ കേരളത്തിലെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ വോട്ടർമാർക്കാണ് ഊബറിന്റെ സൗജന്യ സേവനം ലഭ്യമാവുക. നഗരപ്രദേശങ്ങളിൽ ട്രാഫിക് ബ്ലോക്കുകളും പാർക്കിംഗ് പ്രശ്നങ്ങളും കാരണം വോട്ട് ചെയ്യാൻ മടിക്കുന്നവർക്ക് ഈ സേവനം വലിയ ആശ്വാസമാകും. ഊബർ ആപ്പിലൂടെ കാർ, ഓട്ടോ അല്ലെങ്കിൽ ബൈക്ക്, ടാക്സി എന്നിവ ബുക്ക് ചെയ്യുമ്പോൾ ഈ സേവനം തിരഞ്ഞെടുക്കാം. വോട്ടറെ പിക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്നും 2 കിലോമീറ്റർ വരെയുള്ള യാത്രകൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും. പോളിംഗ് ബൂത്തിലേക്കുള്ള ദൂരം 2 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ അധികം വരുന്ന ദൂരത്തിന് ഊബർ നിശ്ചയിച്ചിട്ടുള്ള സാധാരണ നിരക്ക് വോട്ടർ നൽകേണ്ടി വരും. വോട്ടർമാർക്ക് തങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ എളുപ്പത്തിൽ കണ്ടെത്താനായി ആപ്പിൽ എല്ലാ ബൂത്തുകളുടെയും ലൊക്കേഷനുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും വീടുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് എത്താൻ ഈ സംവിധാനം ഏറെ പ്രയോജനപ്പെടും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ഈ സംവിധാനമാണ് ഇത്തരം ന്യൂനത ആശയങ്ങളെ ഏകോപിപ്പിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ട് രേഖപ്പെടുത്തുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സപ്ലൈകോയും ഊബറുമായും കൈകോർക്കുന്നതിലൂടെ വാണിജ്യ താൽപര്യങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ക്യാമ്പയിനായി ഇതിനെ മാറ്റാൻ ഭരണകൂടത്തിന് സാധിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യു ഖേൽക്കറുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും സ്മാർട്ട് ഫോൺ ആപ്പ് നോട്ടിഫിക്കേഷനുകൾ വഴിയും വോട്ടർമാരിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ ഊബർ പോലുള്ള ടെക് കമ്പനികളുടെ സഹായം തേടുന്നത് പുതിയ കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളുടെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജനാധിപത്യത്തിൽ ഓരോ വോട്ടിനും തുല്യ വിലയാണുള്ളത്. എന്നാൽ പലപ്പോഴും വിരസമായ ഒരു അവധി ദിനം എന്ന നിലയിലാണ് പലരും പോളിംഗ് ദിനത്തെ കാണുന്നത്. അത്തരം മനോഭാവങ്ങളിൽ മാറ്റം വരുത്താൻ ഇത്തരം ആനുകൂല്യങ്ങൾ സഹായിക്കും. ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവജനങ്ങൾക്ക് ഇത്തരം ഓഫറുകൾ ഒരു ഹരമായി മാറും. മഷി പുരട്ടിയ വിരലുകൾക്കൊപ്പം തങ്ങൾക്ക് ലഭിച്ച ഓഫറുകളുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് വഴി ഒരു വലിയ ചെയിൻ റിയാക്ഷൻ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. കേവലം ₹1 പുട്ടുപൊടി ലഭിക്കുന്നു എന്നതിലുപരി വോട്ട് ചെയ്യുന്നത് വഴി താൻ ഒരു മികച്ച പൗരനായി മാറുന്നു എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. സൗകര്യപ്രദമായ വോട്ടിംഗും പ്രധാനമാണ്. ഊബർ നൽകുന്ന സൗജന്യ യാത്രകൾ വഴി പോളിംഗ് ബൂത്തുകളിലെ തിരക്കും വാഹന പാർക്കിംഗ് പ്രശ്നങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഇത് വോട്ടിംഗ് അനുഭവം കൂടുതൽ സുഗമമാക്കുന്നു. ഏപ്രിൽ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിനായി കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളെല്ലാം സജീവമായി രംഗത്തുണ്ട്. ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്നവരും അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കപ്പുറം ജനകീയ പങ്കാളിത്തം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കാൻ ഇത്തരം വൈവിധ്യമാർന്ന പദ്ധതികൾ സഹായിക്കുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സപ്ലൈകോയുടെ പുട്ടുപൊടി ഓഫറും ഊബറിന്റെ സൗജന്യ യാത്രയും വെറും ഒരു കച്ചവട തന്ത്രമല്ല, മറിച്ച് ജനാധിപത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പാലങ്ങളാണ്. വോട്ട് എന്നത് ഒരു അവകാശം മാത്രമല്ല, അത് നമ്മുടെ നാടിനെ ഭാവി തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനൊപ്പം ലഭിക്കുന്ന ഇത്തരം ചെറിയ സന്തോഷങ്ങൾ വോട്ടർമാരുടെ ആവേശം ഇരട്ടിയാക്കും. സപ്ലൈകോയെയും ഊബറിനെ പോലുള്ള സ്ഥാപനങ്ങളുടെ ഈ സംരംഭം മാതൃകാപരമാണ്. ഏപ്രിൽ 9 നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ എത്താം, സമ്മതിദാന അവകാശം വിനിയോഗിക്കാം, വിരലിലെ മഷിയടയാളം ഒരു അഭിമാനമായി കൊണ്ടു നടക്കാം. ഒപ്പം ഭരണകൂടം നൽകുന്ന ഈ കരുതൽ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം.